ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മത്സ്യാവതാരമൂർത്തിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് എന്താണെന്നറിയില്ല, വൈകുന്നേരം അലങ്കാരത്തോടു കൂടി കണ്ടു തൊഴാൻ പോകണം, അപ്പോഴേ അറിയുള്ളൂ കേട്ടോ. എന്തായാലും മത്സ്യാവതാരമൂർത്തിയുടെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ഇന്നലെ ഇത് മറന്നുപോയില്ലേ? ഏകശ്ലോകി രാമായണം ഇന്നലെ ചൊല്ലാൻ മറന്നു. എന്തെങ്കിലും ഒന്ന് മറക്കണം എന്നുള്ളത് ഒരു നിശ്ചയം പോലെയാണല്ലേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാട്ടോ. ഇന്നത്തെ ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിക്കാം, കാരണം കുറച്ചു നേരം വൈകി കഴിഞ്ഞാൽ എൻ്റെ ആ ചോദ്യം മറന്നു പോകും. ആരെയാണ് ശ്രീരാമൻ ഒളിയമ്പെയ്ത് വീഴ്ത്തിയത്, അല്ലെങ്കിൽ ഒളിയമ്പെയ്ത് കൊന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് എന്നുള്ളതുമാണ് ചോദ്യം കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരമറിയാവുന്നവരെല്ലാവരും താഴെ കമൻ്റായിട്ട് അറിയിച്ചോളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ രാമായണം കഥ അനുസ്മരിച്ച് അവർ പഞ്ചവടിയിൽ എത്തുന്നത് വരെ എത്തിയില്ലേ. ആരണ്യകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രാമനും സീതയും ലക്ഷ്മണനും ചേർന്ന് പഞ്ചവടിയിൽ എത്തിയപ്പോൾ ലക്ഷ്മണൻ പഞ്ചവടിയിൽ ഒരു വർണ്ണാശ്രമം ഉണ്ടാക്കുകയും അവിടെ സുഖമായിട്ട് തന്നെ താമസിക്കുകയും ചെയ്തു. എങ്ങനെയാണ് സുഖമായിട്ട് താമസിക്കാൻ പറ്റുക? കാട്ടിലല്ലേ അല്ലേ? പക്ഷേ രാമന് വനവും അയോധ്യയും ഒരുപോലെയാണ് എന്ന് തോന്നിയാൽ മതിയല്ലോ. അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും അമിതമായ ഒരാസക്തിയും ഉണ്ടായിരുന്നില്ല. ധർമ്മത്തിനെ മാത്രം മുറുകെ പിടിച്ചു ജീവിക്കുന്ന രാമന്റെ ജീവിതം, ശ്രീരാമസ്വാമിയുടെ ജീവിതം അനുകരണീയമാണ് എന്നാണ് പറയാറുള്ളത്. നമ്മൾ മനുഷ്യർക്ക് അനുകരിക്കാൻ പാകത്തിനാണത്രേ അദ്ദേഹത്തിന്റെ ജീവിതം. അത് ഒരു യുഗത്തിലല്ലാട്ടോ, എത്രയോ യുഗങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ആദർശത്തിനെയും പിന്തുടരാൻ പാകത്തിനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നത് എന്നാണ് പറയാറുള്ളത്. ഇപ്പോഴും ഭാരതത്തിനെ രാമരാജ്യം എന്നാണ് ഒരു വിഭാഗക്കാരെങ്കിലും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ. എന്തായാലും ഈ രാമരാജ്യത്ത് നമ്മളെല്ലാവർക്കും വന്നു പിറക്കാൻ സാധിച്ചതും വലിയ അനുഗ്രഹമാണ്. അപ്പം ഇന്നത്തെ കഥകളിലേക്ക് പോവാം. ഇന്ന് അങ്ങനെ പർണശാലയൊക്കെ കെട്ടി അവിടെ ആ ഒരു പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്താണ് ശൂർപ്പണഖ വരാൻ ഇടയായത്. ശൂർപ്പണഖ ഇങ്ങനെ കാട്ടിലൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ശൂർപ്പണഖയെ വിവാഹം ചെയ്ത ഒരു രാക്ഷസനെ അറിയാതെ വധിച്ചു പോയി ഇത്രേ രാവണൻ. അറിയാതെ എങ്ങനെയാ വധിക്കുക? അത് ഒരു യുദ്ധത്തിന്റെ ഇടയിൽ തെറ്റിയമ്പെയ്തതാണെന്നൊക്കെയാണ് പറയണത് ഒരു വിഭാഗം ആളുകൾ. ഒരു വിഭാഗക്കാർ പറയണു വേണച്ചിട്ടാണെന്ന്. എന്തായാലും ആ ശൂർപ്പണഖയുടെ ഭർത്താവിനെ രാവണനാൽ വധിക്കപ്പെട്ടു. അപ്പൊ ശൂർപ്പണഖയ്ക്ക് വലിയ സങ്കടമായി. ഭർത്താവിനെ കൊന്നു കളഞ്ഞൂലോ എന്ന് പറഞ്ഞിട്ട് രാവണന്റെ അടുത്ത് വലിയ സങ്കടം പറഞ്ഞു. രാവണൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ആരെയെങ്കിലും വരനായിട്ട് വരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശൂർപ്പണഖ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അന്വേഷിക്കണേ? ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്തണ്ടേ, എന്നിട്ട് വേണ്ട അടുത്ത വിവാഹത്തിന്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് അതീവ സുന്ദരനായ ശ്രീരാമസ്വാമിയെ കാണാൻ സാധിച്ചത്. ശ്രീരാമസ്വാമിയെ കണ്ട സമയത്ത് വലിയ സന്തോഷമായി ഓടി ചെന്നിട്ട്
പറഞ്ഞു, എനിക്ക് അങ്ങയെ ഭയങ്കര ഇഷ്ടമായി, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു മടിയും കൂടാതെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഒരു പുരുഷനെ അങ്ങോട്ട് കാണുക, കാണുമ്പോഴേക്കും ഇഷ്ടാവുക, ഇഷ്ടാവുമ്പോഴേക്കും ഓടിച്ചെന്ന് പറയുക, ഇതിനൊക്കെ എന്താ പറയുക, വലിയ ധൈര്യമൊക്കെ വേണമല്ലേ. എന്തായാലും അങ്ങനെ ചെന്ന് പോയി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ശ്രീരാമസ്വാമി പറഞ്ഞു, ഇല്ല, എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ നിവൃത്തിയൊന്നുമില്ല. കാരണം ഞാൻ വിവാഹിതനാണ്, എൻ്റെ ധർമ്മപത്നി എന്നോടൊപ്പമുണ്ട്, ഞാനാണെങ്കിൽ ഏകപത്നി വ്രതം സ്വീകരിച്ചവനാണ്, അതുകൊണ്ട് എനിക്ക് സാധിക്കില്ല വിവാഹം ചെയ്യാൻ എന്ന് പറഞ്ഞു. ഉടനെ ശൂർപ്പണഖ പലതും പറഞ്ഞു നോക്കി, പക്ഷേ രാമൻ എടുക്കുന്നില്ല എന്ന് കണ്ടതും നേരെ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്നോളാൻ പറഞ്ഞു. എൻ്റെ അനിയൻ അവിടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണന്റെ അടുത്ത് പോയപ്പോൾ ലക്ഷ്മണനാണെങ്കിൽ ഉഗ്രകോപിയാണ്. അദ്ദേഹത്തിനെ കണ്ടതും ദേഷ്യം വന്നു കേട്ടോ. ആദ്യം ചെന്ന് ഏട്ടനോട് ഇഷ്ടമാണെന്ന് പറയാ, ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയാ, എന്ത് സ്ത്രീയാണ് ഇത് എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പോയിക്കോളൂ പോയിക്കോളൂ, ഇവിടെ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ശൂർപ്പണഖയ്ക്ക് തോന്നിയത്, ഈ സീത എന്ന സുന്ദരി ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ കുമാരന്മാരെ എന്നെ സ്വീകരിക്കാത്തത്. ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർ ചിലപ്പോൾ എന്നെ സ്വീകരിച്ചേനെ എന്ന് കരുതിയിട്ട് സീതയെ ആക്രമിക്കാനായിട്ട് ഓടിയെടുക്കുകയാണ്. ആ സമയത്ത് കോപം കൊണ്ട് ലക്ഷ്മണൻ മൂക്ക് മുറിച്ചു വിട്ടു ശൂർപ്പണഖയുടെ. ശൂർപ്പണഖയ്ക്ക് വേദനയും അപമാനവും സഹിക്കവയ്യാതെ ശൂർപ്പണഖയുടെ ഒരു എന്താ പറയാ, സഹോദരനായിട്ടുള്ള ഖരൻ എന്ന അസുര രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ആ ഖരൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഖരനോട് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചു, കാട്ടിലുള്ള രാമനും ലക്ഷ്മണനും ചേർന്നാണ് ഉപദ്രവിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ 14 രാക്ഷസന്മാരെ പറഞ്ഞയച്ചു അത്രേ ഈ രാമനെ നിഗ്രഹിക്കാനായിട്ട് ഖരൻ. അദ്ദേഹത്തിന് അതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് അതൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. 14 പേരെയൊക്കെ അവസാനിപ്പിക്കാൻ രാമൻ എന്താ ബുദ്ധിമുട്ടുള്ളത്, രാമബാണം എടുക്കേണ്ട താമസമേ ഉള്ളൂ. 14 പേരും അവിടെ തീർന്നു. അപ്പോൾ ഖരന് വല്ലാത്ത വാശി കൂടി. ഖരൻ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ ദൂഷണനെയും കൂട്ടി സൈന്യത്തോടു കൂടിയിട്ട് 14,000 രാക്ഷസന്മാരോട് കൂടിയിട്ട് ഇവിടെ വന്ന് രാമനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. രാമനോ ലക്ഷ്മണനോട് പറഞ്ഞു, സീതയും കൊണ്ട് ഒരു ഗുഹയിലേക്ക് കടന്നിരിക്കൂ, സുരക്ഷിതമായി സീതയെ സംരക്ഷിക്കൂ, ഞാൻ ഒറ്റ ആള് മതി ഇവരെയൊക്കെ തീർക്കാൻ എന്ന്. അങ്ങനെ ആ ഖരനെയും ദൂഷണനെയും 14,000 രാക്ഷസന്മാരെയും ഒക്കെ നിമിഷ നേരം കൊണ്ട് രാമൻ തലയെയ്തു കൊന്നു. എല്ലാവരെയും വധിക്കല് കഴിഞ്ഞു കേട്ടോ. ശൂർപ്പണഖയ്ക്ക് മനസ്സിലായി ഇത് ശരിയായില്ല എന്ന്. ഇനിയിപ്പോൾ ശൂർപ്പണഖയ്ക്ക് എന്തായാലും രാവണനോടും ലക്ഷ്മണനോടും പ്രതികാരം ചെയ്യണം. അപ്പോൾ ശൂർപ്പണഖയുടെ ഒരു എന്താ പറയാ വൈദഗ്ധ്യം ആലോചിച്ച് നോക്കണം. ഖരനോട് പോയി പറഞ്ഞത് എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എന്നെ അപമാനിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ശൂർപ്പണഖയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ എന്ന രീതിയിൽ ഖരൻ വന്നു, ഖരൻ വധിക്കപ്പെട്ടു. എന്നാൽ രാവണന്റെ അടുത്ത് പോയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കില്ല. അത് ശൂർപ്പണഖയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ പോയി പറഞ്ഞത് എന്താണെന്നറിയോ, ഈ 3 ലോകങ്ങളിലും വെച്ച് അതീവ സുന്ദരിയായിട്ട് ഇതുവരെ കാണാൻ സാധിക്കുന്നതിലപ്പുറത്തേക്കുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നം വനത്തില് രാമന്റെ ഭാര്യ ആയിട്ടുണ്ട്. അവിടെ അങ്ങനെ വനത്തിലൊന്നും ജീവിക്കേണ്ട സ്ത്രീയല്ല കേട്ടോ, എന്തൊരു സുന്ദരിയാ കാണാൻ. ആ സുന്ദരിയെ ഇവിടെ കൊണ്ടുവന്ന ലങ്കയ്ക്ക് ഇതിനേക്കാളും വലിയ ഒരു അലങ്കാരം വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്ന് കേട്ടാൽ ഉടനെ രാവണൻ ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ രാവണൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരുപാട് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പറയുന്ന ഒരു വാചകം കേട്ടിട്ടുണ്ട്, എനിക്ക് രാമനേക്കാൾ ഇഷ്ടം രാവണനെയാണ്, സ്ത്രീജിതനല്ലാത്ത രാവണനാണ്, സീതയെ ഒന്ന് വിരൽ സ്പർശം പോലും ചെയ്യാതെ കാത്തിരുന്നു സീതയുടെ സമ്മതത്തിനായി എന്നൊക്കെ പറഞ്ഞ് രാവണനെ ഒരു തരം മഹത്വവൽക്കരിക്കുക, ഒരു ഹീറോ പരിവേഷം കൊടുക്കുന്ന ഒരുപാട് പേരെ ഇപ്പോൾ കാണാനിടയായിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, രാവണൻ അത്ര വലിയ ഹീറോ ഒന്നുമല്ല, വില്ലൻ തന്നെയാണ്. എങ്ങനെയാണ് വില്ലൻ ആവുന്നത് എന്ന് വെച്ചാൽ, സ്ത്രീ ലംബടനും അഹങ്കാരിയുമായിരുന്നു ഈ ബ്രാഹ്മണനായിട്ടുള്ള രാവണൻ. വളരെയധികം അഹങ്കാരം, അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഏത് സ്ത്രീയെ കണ്ടാലും കാമജനകമായ നോട്ടം അല്ലെങ്കിൽ പെരുമാറ്റം വളരെ മോശമായ രീതിയിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സഹോദരനായിട്ടുള്ള കുബേരനുണ്ട്. കുബേരൻ്റെ
മകൻ നളകൂബരൻ ഉണ്ട്. നളകൂബരനെയും മണിഗ്രീവനെയും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ആ കുഞ്ഞു ഉരലൊക്കെ വലിച്ചു കൊണ്ടുപോയി മോക്ഷം കൊടുക്കുന്ന രണ്ടുപേരെ കുറിച്ച് കേട്ടിട്ടില്ലേ? നളകൂബര മണിഗ്രീവന്മാര്. അപ്പൊ അതില് നളകൂബരനുണ്ട്. നളകൂബരന് രംഭ എന്ന അപ്സരസിനോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ആ അപ്സരസുമായി വിവാഹം ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. രംഭയ്ക്കും നളകൂബരനോട് വലിയ താല്പര്യമായിരുന്നു. ആ സമയത്താണ് രാവണൻ രംഭയെ കാണാനിടയായത്. അപ്പോൾ രംഭ കണ്ടതും രംഭ ഒരുപാട് പറഞ്ഞു കേട്ടോ. കാരണം ഈ വല്യച്ഛൻ്റെ സ്ഥാനമായിട്ട് വരും രാവണന്, ഈ നളകൂബരൻ്റെ വല്യച്ഛൻ്റെ സ്ഥാനമായിട്ട് വരും. അപ്പോൾ നളകൂബരൻ്റെ വധു എന്ന് പറയുമ്പോൾ അങ്ങേക്ക് മരുമകളാണ് ആവുക, എന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഇതൊന്നും കേൾക്കാണ്ട് കൂട്ടാക്കാതെ അപമാനിച്ചു രംഭയെ രാവണൻ. അങ്ങനെ അപമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് നളകൂബരൻ ഇതറിഞ്ഞ ഉടനെ നളകൂബരൻ ശപിച്ചു. എങ്ങനെയാ ശപിച്ചത്? ഇനിയൊരു സ്ത്രീ അവളുടെ സമ്മതമില്ലാതെ രാവണൻ സ്പർശിച്ചാൽ രാവണന്റെ തല 7 വിഭജിച്ചു പോകട്ടെ എന്നായിരുന്നു നളകൂബരന്റെ ശാപം ഉണ്ടായിരുന്നത്. ആ ശാപം ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം സീതയെ അപമാനിക്കാൻ ശ്രമിക്കാതിരുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. സീതയുടെ പാതിവ്രത്യത്തിനെ കുറിച്ച് വളരെയധികം അറിയാമായിരുന്നു രാവണന്. കാരണം സ്വർണ്ണ കൊട്ടാരമായിട്ടുള്ള ലങ്കാപുരി കണ്ടിട്ട് മനസ്സിന്റെ ഒരു കോർണറിൽ ഒരു ചെറിയ ചാഞ്ചല്യം പോലും സീതയ്ക്ക് ഉണ്ടായില്ല. കാരണം സീതയോട് രാവണനെ കുറിച്ച്, രാവണന്റെ മാഹാത്മ്യം പറയാനായിട്ട് അനേകം രാക്ഷസിമാരെ നിരത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. എത്ര പേരെ നിരത്തി നിർത്തിയിട്ട് എന്താ കാര്യം? രാക്ഷസിമാർ അവസാനം രാമരാമ പടം തുടങ്ങി. എങ്ങനെയാ? രാമനെ കുറിച്ച് സീത തിരിച്ചു പറയാൻ തുടങ്ങി. രാവണനെ കുറിച്ച് നിശല്യെ രാവണന് 10 തലയില്ലേ ചോദിച്ചപ്പോൾ രാമനെ കുറിച്ച് അറിയോ? രാമൻ ഒരു തല വെച്ച് 10 തലയേക്കാളും മേലെ ബുദ്ധിയുള്ളവനാണെന്ന് തിരിച്ചും പറയാൻ തുടങ്ങി. അവസാനം എന്താണ്ടായി? രാക്ഷസിമാരൊക്കെ രാമരാമെന്ന് ചൊല്ലണ അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇത് നന്നായിട്ട് അറിയാം രാവണന്. പാതിവൃത്യമുള്ള ഒരു സ്ത്രീരത്നം എന്ന രീതിയിൽ സീത എന്തു പറഞ്ഞാലും ഫലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാവണൻ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പുല്ല് പറിച്ച് മുമ്പിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് സീതാദേവി പറഞ്ഞു അത്രേ, ഈ പുല്ല് കടന്ന് ഇങ്ങോട്ട് വന്നാൽ തല പൊട്ടിത്തെറിക്കട്ടെ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ സ്വന്തം തല പൊട്ടിത്തെറിക്കാൻ? അതുകൊണ്ടാണ് അത്രേ രാവണൻ സീതയോട് മര്യാദാപൂർവം പെരുമാറിയത്. അത് മര്യാദയല്ല കേട്ടോ, ഭയമാണ്, ഭയം. ആ ഭയം കൊണ്ട് മാത്രം പിന്മാറി നിന്നവനാണ് രാവണൻ. രാവണനെ ഒരിക്കലും മഹത്വവൽക്കരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ എന്തായാലും അത് നമുക്കറിയാം, നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾക്കറിയാം. പക്ഷെ ഒരുപാട് പുതിയ തലമുറയിലെ കുട്ടികൾ പറയാറുണ്ട് രാവണനാണ് എൻ്റെ ഹീറോ, രാവണൻ വലിയ ആളാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒന്നുമില്ല. അപ്പോൾ രാവണനെ കുറിച്ച് ഇനിയും അനേകം കഥകൾ അങ്ങനെയുണ്ട്. അതുപോട്ടെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശൂർപ്പണഖ അവിടെ പോയി പറഞ്ഞതിന് പ്രകാരം മാരീചനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? താടകയുടെ കൂടെ മാരീചനും സുബാഹുവിനെയൊക്കെ വധിക്കാനായിട്ട് രാമൻ പുറപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായേ? മാരീചനെ അമ്പ ചെയ്തപ്പോ ഒരുപാട് യോജന ദൂരെയുള്ള സമുദ്രത്തിൽ ചെന്ന് പതിക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹം അങ്ങനെ വഴക്കിനൊന്നും വന്നിട്ടില്ല കേട്ടോ, വളരെ ഡീസൻ്റ് ആയിട്ട് നടക്കുമായിരുന്നു. ആ സമയത്താണ് രാവണൻ ചെന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത്, മാരീചന് മായാശക്തി ഉണ്ട്, ആ മായാശക്തി ഉപയോഗിച്ചിട്ട് സീതയെ മോഹിപ്പിച്ച ഒരു മാനിന്റെ രൂപത്തില് സീതയെ മോഹിപ്പിച്ച രാമനെയും ലക്ഷ്മണനെയും ഒക്കെ അവിടുന്ന് അടുത്ത് നിന്ന് അകറ്റാനായിട്ട് രാവണൻ നിർദ്ദേശം നൽകി. കേട്ടതും മാരീചൻ പറഞ്ഞു കേട്ടോ, വേണ്ട, അതിനൊന്നും നിൽക്കണ്ട, രാമനോട് കളിക്കാൻ പോകണ്ട കേട്ടോ, ഇത് അധർമ്മമാണ്, അധർമ്മം എവിടെയുണ്ടോ രാമൻ അവിടെ എന്തായാലും നിഗ്രഹത്തിനായിട്ട് എത്തും, വെറുതെ കളിക്കാൻ നിൽക്കണ്ടെന്ന്. ആര് പറഞ്ഞാലാ കേൾക്കുക? ഇദ്ദേഹം വലിയ അഹങ്കാരിയാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേൾക്കാൻ കൂട്ടാക്കാനേ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മര്യാദയ്ക്ക് ഞാൻ പറയണത് കേട്ടില്ല വെച്ചാൽ നിന്നെ ആവും ഞാൻ ആദ്യം വധിക്കുകയാണ്. അപ്പൊ മാരീചൻ വിചാരിച്ചു, എന്തായാലും മരണം ഉറപ്പ്. രാമന്റെ കൈ കൊണ്ടാണോ രാവണന്റെ കൈ കൊണ്ടാണോ എന്നേ അറിയാത്തുള്ളൂ, രാമന്റെ കൈ കൊണ്ടാവും ഭേദം എന്ന് കരുതിയിട്ട് മാരീചൻ സ്വർണത്തിന്റെ മാനായിട്ട് സീതയെ മോഹിപ്പിക്കാൻ പാകത്തിന്, സീതയ്ക്ക് കാണാൻ പാകത്തിന് മുന്നിൽ വന്ന് നിന്നു. സീതയാണെങ്കിലോ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മാനിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് രാമന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു മാനിനെ ഇതുവരെ കാണുകയുണ്ടായില്ല, അങ്ങേക്ക് അതിനെ ഒന്ന് ജീവനോടെ പിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു.
അത് ചോദിച്ച് അപ്പോൾ രാമൻ ഇങ്ങോട്ട് എഴുന്നേറ്റതും ലക്ഷ്മണൻ പറഞ്ഞു അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. ഇങ്ങനെ ഒരു മാനൊന്നും ഇവിടെ ഈ ഏരിയയിൽ ഇല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് കാണുന്നുണ്ടായിട്ടില്ല. എന്തോ ഒരു കള്ളത്തരമുണ്ട്. അപ്പൊ അതുകൊണ്ട് പോണോ, ഏട്ടനൊന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോ രാമൻ അത് മാരീചനാവാനും മതി എന്ന് ലക്ഷ്മണൻ ഒരു സംശയം പറഞ്ഞു. ഇത് പറഞ്ഞ് കേട്ട ഉടനെ രാമൻ പറഞ്ഞു, മാരീചനാണെങ്കിൽ വധിക്കാം, അതല്ല ശരിക്കും സ്വർണമാനാണ് എങ്കിൽ സീതയുടെ ആഗ്രഹം സാധിപ്പിക്കാം, ഏത് വേണമെങ്കിലും ആവാലോ എന്ന് കരുതിയിട്ട് രാമൻ ഇങ്ങനെ ആ മാനിനെ പിന്തുടർന്ന് ദൂരേക്ക് പോയി അവസാനം നിവർത്തിയില്ലാതെ രാമൻ ആ ഒരു മാനിനെ അമ്പ് ചെയ്ത സമയത്ത് ആ അമ്പ് കൊണ്ട് മരണത്തിലേക്ക് വീഴുന്നതിന് മുൻപായിട്ട് രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ ഹേ സീതാദേവി ഈ രണ്ടുപേരെയും വിളിച്ചിട്ടാണ് അത്രേ മാരീചൻ അവിടെ അന്ത്യം പ്രാപിച്ചത്. അത് രാമന്റെ ശബ്ദത്തിലായതും സീത കേട്ടതും സീതയ്ക്ക് വല്ലാതെ ഭയപ്പാട് തോന്നി. അപ്പോൾ സീത പറഞ്ഞു ലക്ഷ്മണനോട്, പോയി നോക്കൂ ജ്യേഷ്ഠൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന്. ലക്ഷ്മണൻ പറഞ്ഞു, ഒട്ടും പരിഭ്രമിക്കേണ്ട അമ്മേ, ഒന്നും പറ്റില്ല, എന്റെ ജ്യേഷ്ഠനെ എനിക്ക് അറിഞ്ഞൂടെ, ഒന്നും പറ്റില്ല, ഇതൊക്കെ മായാശക്തി കൊണ്ട് ആ മാരീചൻ ഉണ്ടാക്കുന്ന ശബ്ദമാണ്, അതിലേക്കൊന്നും പോയി വീഴരുത് എന്ന് പറഞ്ഞു. സീതയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു കേട്ടോ. സീത പറയാൻ പാടില്ലാത്ത രീതിയിൽ ലക്ഷ്മണനെ ചീത്ത പറഞ്ഞു എന്നാണ് പറയാറുള്ളത് കേട്ടോ. അതായത് എന്തിനാണ് രാമൻ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നത്, നിനക്ക് മറ്റെന്തെങ്കിലും ചിന്ത മനസ്സിൽ വന്നുവോ എന്ന് വരെ ചോദിച്ചപ്പോഴാണ് ലക്ഷ്മണൻ പറഞ്ഞു, രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു അത്രേ, ഇനി അമ്മ ഒന്നും പറയരുത്, ഞാൻ പോയി നോക്കിക്കോളാം, ദേവന്മാർക്കാകട്ടെ അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ അവിടെ നിന്ന് അദ്ദേഹം പോകുന്നത്. എന്തായാലും അദ്ദേഹം പോയ സമയത്ത് ഒരു സന്യാസിയുടെ വേഷത്തിൽ രാവണൻ വരികയും രാവണൻ ഭിക്ഷ ചോദിക്കുകയും ഭിക്ഷ കൊടുക്കാൻ ചെന്ന സീതയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനം ഉപയോഗിച്ച് സീതയെ ആകാശമാർഗേണ കൊണ്ടുപോകുന്നത് കണ്ടു അത്രേ ജടായു എന്ന പക്ഷി. അപ്പോൾ ജടായു ആണെങ്കിലോ ദശരഥ മഹാരാജാവിന്റെ കൂട്ടുകാരൻ കൂടിയായിരുന്നു അത്രേ. അതുകൊണ്ട് അദ്ദേഹം നേരെ ചെന്ന രാവണനോട് പറഞ്ഞു അത്രേ, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യരുത്, അമ്മയെ വിട്ടയക്കണം എന്ന് പറഞ്ഞപ്പോൾ കേൾക്കാനേ കൂട്ടാക്കിയില്ല. രാവണൻ ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ജടായു അതികഠിനമായ രീതിയിലാണ് അവിടെ യുദ്ധം ചെയ്തത് അത്രേ. രാവണന്റെ പുഷ്പക വിമാനത്തിന് കാര്യമായ കേടുപാടുണ്ടാക്കാനും അദ്ദേഹത്തിന്റെ കുതിരകളെയൊക്കെ വളരെയധികം ഉപദ്രവിക്കാനും ജടായുവിന് സാധിച്ചു. അവസാനം നിവർത്തിയില്ലാതെ വളരെയധികം ശക്തിയേറിയ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടാണ് അത്രേ ജടായുവിന്റെ 2 ചിറകുകളും രാവണൻ അരിഞ്ഞ് വീഴ്ത്തിയത്. താഴെ വീണ ജടായുവിനെ കണ്ട് സീത വളരെയധികം ദുഃഖപൂർവ്വം പറഞ്ഞു അത്രേ, രാമൻ കാണാതെ അങ്ങയുടെ ജീവൻ പോവില്ല, ഇത് എൻ്റെ വരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ അവിടെ നിന്ന് പോയത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മണൻ അന്വേഷിച്ചു വരുന്നത് രാമൻ കണ്ടു. ലക്ഷ്മണനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ അപകടം ഉണ്ടെന്ന്. അദ്ദേഹം വന്നു നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സീതയ്ക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതി 2 പേരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ സീതയെ അവിടെ കണ്ടില്ല. സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് അവരെ ജടായുവിന്റെ കണ്ണിൽപ്പെട്ടത്. ജടായുവിന്റെ ആ ഒരു ശിരസ്സെടുത്ത് സ്വന്തം മടിയിൽ വെച്ചുകൊണ്ട് ജടായുവിനെ പറയാനുള്ളതെല്ലാം രാമൻ കേൾക്കുകയുണ്ടായി. ആ ദശരഥ മഹാരാജാവിന് പോലും ലഭിക്കാത്ത അത്രയും വലിയ മഹാഭാഗ്യമാണ് ജടായുവിന് ലഭിച്ചതത്രേ. കാരണം അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നതേ ശ്രീരാമദേവന്റെ മുഖം കണ്ടുകൊണ്ടാണ്. അതിനുശേഷം ജടായുവിന് വേണ്ട സംസ്കാര ചടങ്ങുകളെല്ലാം ഒരു പുത്രന്റെ ഭാവത്തിലാണ് അത്രേ രാമൻ നിർവഹിച്ചത്. എന്തായാലും ജടായുവിന്റെ സംസ്കാരവും ഒക്കെ കഴിയുന്ന ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ നാളെ ആരെയാണ് ഒളിയമ്പെയ്ത് വീഴ്ത്തിയത് എന്നും അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതും ആണ് രാമകഥയിലെ ചോദ്യം വരുന്നത്. അപ്പൊ ഇന്നത്തെ നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യം നോക്കാം അല്ലേ. ഞാനിങ്ങനെ രാമകഥ വിസ്തരിക്കണോണ്ട് ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇപ്പോഴല്ലേ പറ്റുള്ളൂ അല്ലേ. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീരാമസ്വാമിയെ എന്തായാലും അനുസ്മരിക്കേണ്ടേ. ഡിവൈൻ എന്ന ഐഡിയിൽ നിന്നാണ് ചേച്ചി എനിക്ക് മറുപടി തരണേ, എൻ്റെ ഭർത്താവിന് വലിയ സ്നേഹമാണ് എന്നോട്,
എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരും. പക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് എന്നോട് പിണങ്ങും, മിണ്ടാതെ നടക്കും, മുഖത്ത് പോലും നോക്കില്ല. വിളിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേച്ചി? ആൾ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് പിണങ്ങി നടക്കുമ്പോൾ വല്ലാത്ത ടെൻഷനാണ് മറുപടി പറയണേ. സ്നേഹം കൊണ്ടല്ലേ, സ്നേഹമുള്ള സ്ഥലത്തല്ലേ പിണക്കുണ്ടാവുള്ളൂ. നമ്മളത് അത്ര കാര്യമാക്കണ്ടെന്നേ, കുറച്ചും കൂടി തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുക. കുറച്ചൊക്കെ പ്രായത്തിൻ്റെ ഉണ്ടാവും കേട്ടോ. ഈ കുട്ടി എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഹസ്ബൻഡിനും ഏതാണ്ട് 1-2 വയസ്സൊക്കെ കൂടുള്ളൂ. അപ്പം അധികം പ്രായമൊന്നും ഇല്ലാത്ത പയ്യനല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടാവും ചെറിയ ചെറിയ പിണക്കങ്ങൾ. അതൊക്കെ വലിയ സന്തോഷത്തിനുള്ളതല്ലേ, അതിനെ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നാരായണീയത്തിലെ 65 മുതൽ 69-ാമത്തെ ദശകം വരെ എല്ലാ ദിവസവും ചൊല്ലിക്കോളൂ. രുക്മിണി ദേവിയോടും ഭഗവാൻ ഇതുപോലെ ഒരു പ്രണയ കലഹം കാണിച്ച ആ ഒരു ഭാഗവും നമ്മൾ അനുസ്മരിക്കാറുണ്ട് അല്ലേ. അതുകൊണ്ട് 78-79 ദശകങ്ങൾ ചൊല്ലിക്കോളൂ കേട്ടോ. അതിൽ പ്രണയകലഹവും കൂടി ഉൾപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ചൊല്ലിയിട്ട് അതിനൊരു മാറ്റം വരട്ടെ അല്ലേ. അടുത്തതായിട്ട് ഷിബി KP എന്ന ഭക്തയുടെ ചോദ്യമാണ്. ഇതൊരുപാട് പേർക്ക് സംശയമുള്ള കാര്യം കേട്ടോ. ഞാൻ പീരീഡ്സ് കഴിഞ്ഞ് 7-ാം ദിവസം വിളക്ക് വെച്ചു, പക്ഷെ പിറ്റേ ദിവസം കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മനസ്സമാധാനക്കേട്, പിന്നെയും വിളക്ക് വെച്ചിരുന്നു. ഞാൻ ഭഗവാൻ കോപിക്കുമോ? ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന്. ശരീരം ശുദ്ധമായി എന്ന് വിചാരിച്ചിട്ടാണ് ഷിബി അങ്ങനെ ചെയ്തത്. പക്ഷെ നോക്കൂ, ശുദ്ധം നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ടതും കേട്ടതും എന്നാണ് പറയാ കേട്ടോ. അതായത് ഒരു സ്ത്രീ പീരീഡ്സ് ആയത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് വെച്ചാണ് ആയത് വിചാരിക്കുക. നമ്മളുടെ ആരുടെയും കൺട്രോളിലുള്ളതല്ല. നമ്മളിപ്പോൾ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി നമസ്കരിക്കുന്ന സമയത്താണ് ആയത്. നമുക്കറിയില്ല അത് ആ സമയത്ത് അങ്ങനെയാണ് എന്നുള്ളത്, ഇല്ലേ? നമുക്കത് അറിയാത്ത കാര്യമാണ്. അപ്പോൾ പീരീഡ്സ് കണക്കാക്കുക എപ്പോഴും എങ്ങനെയാണെന്നറിയോ? നമ്മളത് കണ്ടെങ്കിലാണ് പീരീഡ്സ് കണക്കാക്കുക. അല്ലാതെ എങ്ങനെയാ അറിയുക? നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ കണ്ടത് ആണ് അതിൽ കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാത്ത ശുദ്ധക്കേടൊന്നും ശുദ്ധക്കേടല്ല. പിന്നെ കേട്ടത് എന്ന് പറയുന്നത് പുലാവാലായ്മ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ ഒരു അകന്ന ബന്ധു, എന്നാൽ ആ ബന്ധു മരിച്ചാൽ നമുക്ക് പോലെ ഉണ്ട്, ആ പോലെ ആചരിക്കണം, അതാണ് അതിൻ്റെ സിസ്റ്റം. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പറയില്ലേ, ബ്ലഡ് റിലേഷനാണ്, അടുത്ത റിലേഷനൊക്കെയാണ്, പക്ഷെ കുട്ടിക്കാലം മുതലേ അവരിവിടെ ഇല്ല, അപ്പോൾ അവർ വേറെ ഏതോ നാട്ടിലാണ് എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ള ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും അറിയുണ്ടാവുക. ആ 3 ദിവസം നമ്മൾ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാവും, ചില പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയില്ലല്ലോ നമുക്ക് പോലെ ഉണ്ടെന്ന്, നമുക്ക് വാലായ്മ ഉണ്ടെന്ന്. നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ടതും കേട്ടതും എന്നാണ് കേട്ടോ പറയാ, കണ്ടതും കേട്ടതും. അപ്പോൾ അതുകൊണ്ട് അതൊട്ടും പരിഭ്രമിക്കേണ്ട. അതുകൊണ്ട് ഭഗവാന് കോപമാവും. എന്താ പറയണേ ഷിബി, ഭഗവാൻ എങ്ങനെയാ കോപാവുക? ഇതൊക്കെ പ്രകൃതിയുടെ ഒരു നിയമമാണ്, നമ്മുടെ സ്ത്രീകൾക്ക് ഉള്ളതാണ്. ഇതിലൊന്നും തീരെ എന്താ പറയുക, ഭഗവാൻ കോപിക്കുന്ന അശുദ്ധി അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ മുൻപ്, നമുക്ക് ഇതൊക്കെ റെസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അതങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതറിയാതെ സംഭവിച്ചതാണ്. ഇതിനൊന്നും കോപിക്കാനിരിക്കുന്ന ആളല്ല നമ്മുടെ ഈശ്വരൻ കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ മോളുടെ കുട്ടിക്ക് ജനിച്ചപ്പോൾ ടങ് ടൈ ഉണ്ടായിരുന്നു, നാവിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. അത് മാറാൻ എന്താ ഗുരുവായൂരപ്പനെ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? ഞാൻ ഇതിന് മുൻപും വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, സവിത കണ്ടില്ല എന്ന് തോന്നുന്നു. പ്ലീസ് എന്തെങ്കിലും റിപ്ലൈ തരണേ എന്നാണ് ഉഷ നായർ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഇല്ല കേട്ടോ, ഞാൻ കാണാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉത്തരം പറയാതിരുന്നത് കേട്ടോ, ക്ഷമിക്കൂ. നാവ് എടുത്ത് വെക്കാൻ പറ്റൂ കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നാവ് എടുത്ത് വെക്കുക എന്നുള്ളൊരു വഴിപാടുണ്ട്. ആൾ രൂപം വയ്ക്കുന്നിടത്ത് നാവ് എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ കേളിക്കൈ എന്നൊരു വഴിപാടുണ്ട്, 10 രൂപയുള്ളൂ ഷീട്ടാക്കാൻ. അത് ഷീട്ടാക്കിക്കോളൂ. ശബ്ദ സംബന്ധമായ, കേൾവി സംബന്ധമായ, അല്ലെങ്കിൽ ഇതുപോലെ സംസാരത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കേളിക്കൈ ഷീട്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഇന്നലത്തെ രാമായണത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ല. രാമന്റെ 3 സഹോദരന്മാര് ആരുടെ അവതാരമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മണൻ ശേഷനാഗമായ അനന്തന്റെ അവതാരമാണ്. ഭരതൻ പാഞ്ചജന്യം എന്ന ശംഖിന്റെ അവതാരമാണ്. ശത്രുഘ്നൻ സുദർശനം എന്ന ചക്രത്തിന്റെ അവതാരമാണ് കേട്ടോ. ഭഗവാന്റെ എല്ലാ കലകളോടും കൂടി പൂർണ്ണ മനുഷ്യാവതാരമാണ് ശ്രീരാമൻ എന്ന് പറയില്ലേ. അപ്പൊ എല്ലാ ആയുധങ്ങളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സേവകരായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അടുത്തതായിട്ട് അഹസ് വഴിപാട് ഓൺലൈൻ വഴി ചെയ്തിട്ട് ഇതുവരെ വീട്ടിൽ പ്രസാദം കിട്ടിയിട്ടില്ല, എന്താണ് എന്നറിയാമോ എന്ന്. ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാറുന്നില്ലേ ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക്? ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. നമ്പർ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് സെക്ഷനിലേക്ക് അവർ
കണക്ട് ചെയ്ത് തരും. ഗുരുവായൂർ ദേവസ്വം ഓഫീസ് 048725563335 048725563335. ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ അവർ നമ്മൾ അയച്ചിട്ടുണ്ട് എന്നോ അയച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അടുത്തതായിട്ട് പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത ചില കമൻറ്റ് കാണാഞ്ഞിട്ടാണോ സവിത മറുപടി പറയാത്തത്? സവിതയുടെ മറുപടി കാത്തിരിക്കുന്ന കാരണം ചോദിച്ചതാണ്. വിഷമം തോന്നരുത് മോളെ കൃഷ്ണഗുരു. വിഷമം തോന്നി ചേച്ചി ഉറപ്പായിട്ടും കേട്ടോ. നാളെ 10:30 ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ട്. സവിതയെ കാണാൻ പറ്റുമോ? പക്ഷെ 10:30 ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി തൊഴുത് പോയിണ്ടാവും. പ്രസന്ന ചേച്ചി എനിക്ക് നല്ല വിഷമാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ കാണാഞ്ഞിട്ടാണ്. ഞാൻ മനഃപൂർവ്വം ഒരു ചോദ്യവും ഒഴിവാക്കാറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 2-3 ദിവസം ചോദിച്ചിട്ടും ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ച് 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചോദിക്കൂ. അല്ലാതെ ഞാൻ മുമ്പത്തെ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അപ്പോൾ സവിത ഉത്തരം പറഞ്ഞില്ല പറഞ്ഞാൽ മുമ്പത്തെ ദിവസത്തേക്ക് ഞാൻ സെർച്ച് ചെയ്ത് പോകണ്ടേ? അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ പ്ലീസ്. അടുത്തതായിട്ട് സവിത ഇന്ന് ഗുരുവായൂർ ദർശനത്തിന് നിന്നപ്പോൾ വിശ്വരൂപമാണെന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നോക്കിയപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ആ വിഗ്രഹത്തിൻ്റെ രൂപമാണോ മുഖമാണോ ഒന്നും ആരും കണ്ടില്ല. വിശ്വരൂപമാകുമ്പോൾ ഇങ്ങനെയാണോ? എന്താണ് ഇങ്ങനെ തോന്നിയത്? പ്രാർത്ഥിച്ച് നമസ്കരിച്ച് വന്നതിനാൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ആരും പിടിച്ചു മാറ്റാതെ കുറേ നേരം നിൽക്കാൻ സാധിച്ചു. അത് ചില എന്താ പറയുക, ചന്ദനം ചാർത്തുണ്ടല്ലോ, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ചിലർ ചാർത്തിയ നല്ല ഭംഗിയുണ്ടാവും. അത് കുറേ പേര് കൈകാര്യം ചെയ്യുന്നത് ഒരു ഭഗവാന്റെ സേവയാണിത്. കാരണം ചന്ദനം ചാർത്തുക എന്നുള്ളത് മേൽശാന്തിയാവാം, അതല്ലെങ്കിൽ ഓദിക്കന്മാരാവും. ഓദിക്കന്മാരിൽ തന്നെ 4 ഓദിക്കൻ കുടുംബക്കാരുണ്ട്. അതിൽ ഓരോ ഇല്ലത്തിനും ഒരു 3-4 പേര് വെച്ചിട്ടുണ്ടാവും. അപ്പൊ 10 പേരെങ്കിലും ഉണ്ട് മാറി 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 വരുന്ന ചന്ദനം ചാർത്തുന്ന ആൾക്കാർ. ചില ആൾക്കാർക്ക് ചന്ദനം ചാർത്തലിൽ വലിയ വൈഭവമുള്ള ആൾക്കാരാവും, ചിത്രം വരയ്ക്കാൻ അറിയുന്നവരാ എന്ന് കരുതിയിട്ട് ഭഗവാനെ ചാർത്താൻ പറ്റില്ല. പക്ഷെ ചില ആളുകൾക്ക് നല്ല വൈഭവമുണ്ട്. ഇവിടെ തന്നെ 4 കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിലുള്ള 6 ചാർത്തിയാലും ഭംഗിയുണ്ടാവും. അങ്ങനെയുള്ള ഒരു കുടുംബക്കാരുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് അത്ര തന്നെ അങ്ങടെ വൈഭവം ഉണ്ടാവില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രൂപങ്ങളായിരിക്കും. ഇപ്പം ഇന്നലെ വിശ്വരൂപമായിരുന്നില്ല, മത്സ്യാവതാരമായിരുന്നു. മത്സ്യാവതാരത്തിന് 4 തൃക്കൈകളുണ്ട്. അപ്പം 4 തൃക്കൈകൾ ഉള്ളത് കൊണ്ടാണ് വിശ്വരൂപമാണ് പറയണത്. പിന്നെ ചിലപ്പോൾ കുമാരേട്ടൻ്റെ വർണ്ണനയിലൂടെ ആവും അത് മത്സ്യാവതാരം എന്ന് മനസ്സിലാവണത്. അദ്ദേഹത്തിന് ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ, കുറേ നേരം കാണാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിന് ഇങ്ങനെ അനേകം ലക്ഷം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്തായാലും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുമ്പോഴാവും പലതും നമുക്ക് മനസ്സിലാവുക. അപ്പം ഞാനൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അദ്ദേഹം എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് നോക്കിയതിന് ശേഷം അമ്പലത്തേക്ക് പോകാറ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അപ്പം അതേപോലെ നിങ്ങളും ഒന്ന് നോക്കി വെച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വിശ്വരൂപമാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ മനസ്സിലായില്ല പറഞ്ഞു. അപ്പം അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും മനസ്സിലാവാത്ത കേട്ടോ. അതിനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി മനസ്സിലാവണ ഏതെങ്കിലും രൂപം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് ഗജേന്ദ്രമോക്ഷം കഥ ഞാൻ കണ്ടപ്പോൾ എന്തൊരു ഭംഗിയായിട്ട് ആനയൊക്കെ നല്ല ഭംഗിയായിട്ട് താമരപ്പൂ ഭഗവാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുക. ഗരുഡന്റെ കാലൊക്കെ എന്തൊരു ഭംഗിയായിട്ട് എന്ത് ഫിനിഷിംഗ് ആയിരുന്നു എന്നറിയോ. ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ അത്രയൊന്നും. പിന്നെ ചിലപ്പോഴേ പെട്ടെന്ന് തുറക്കേണ്ടി വരും. നല്ല തിരക്കുണ്ടെങ്കിൽ ഒരുപാട് വിസ്തരിച്ച് കുറേ സമയം എടുത്തൊന്നും ചാർത്താൻ അവരെ കൊണ്ട് സാധിക്കില്ല. പെട്ടെന്ന് പൂജ കഴിഞ്ഞ് പൂജയുടെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് വേണ്ടി തുറക്കാൻ. അപ്പം അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ അത് ശരിയാവാതെ തോന്നണത്. അടുത്തതായിട്ട് ഓക്കെ, നമസ്കാരം സവിത. പ്രധാന പ്രശ്നത്തിന്റെ പരിഹാരം തേടി ഭഗവതി അമ്മയെയും ഭഗവാനെയും കാണാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂരിൽ വന്നിരുന്നു. നന്നായി തൊഴുതു. പ്രസാദൂട്ടിന് ഫ്ലൈ ഓവറിന് മുകളിൽ ക്യൂ നിൽക്കുമ്പോഴും കിഴക്ക് വശത്ത് ക്ലോക്ക് റൂമിന്റെ സൈഡിലുള്ള മുറ്റത്ത് വെച്ചും ഓരോ മഞ്ചാടിമണി കണ്ടു. ചവിട്ടി പോകാതിരിക്കാൻ അതെടുത്ത് മുകളിലേക്ക് വെച്ചു. സവിത ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമോ എന്നാണ് വിജി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും ഞാൻ പറയുന്നു. നിങ്ങളൊന്ന് കണ്ണടച്ച് സങ്കല്പിച്ച് നോക്കൂ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ രാവിലത്തെ 12 പൂജയൊക്കെ കഴിഞ്ഞ് വയറും കുമ്പയൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ട് ആ യശോദമ്മ ചാർത്തി കൊടുത്തിട്ടുള്ള
ചുവന്ന പട്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കിങ്ങിണിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ കൂടെ അച്ഛൻ്റെ പോലെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോള് അതും പുതച്ചിട്ടുണ്ട്. പച്ച കളറിലാണ് കേട്ടോ, അതിങ്ങനെ പുതച്ചിട്ടുണ്ട്. ആ സമയത്താണ് യശോദമ്മ നല്ല ഭംഗിയുള്ള ഉരുണ്ട തടിച്ചൊരു മാല ചാർത്തി കൊടുത്തത്. ഇതിപ്പോ ഏതാ മാല അമ്മേ എന്ന് ചോദിച്ചപ്പോ ഇത് ഇന്ന് ഭക്തൻ ഷീട്ടാക്കിയതാണേ, ഉണ്ണിക്ക് വേണം എന്ന് പറഞ്ഞില്ലേ ആ ഭക്തൻ കൊണ്ടുവരുമ്പോ, കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങുമ്പോ അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശരിയാണല്ലോ, എന്നോട് ഞാൻ അമ്മോട് പറഞ്ഞു ആ ഭക്തൻ ഇന്ന് വന്നിരുന്നു, ഉണ്ണി കണ്ടില്ലേ, ഉണ്ണി തലയാട്ടി ഞാൻ കണ്ടിരുന്നു എന്ന്. ആ ഭക്തൻ ഷീട്ടാക്കിയ മാലയാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. വനമാല ഗംഭീരായിണ്ട്, സന്തോഷമായി ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഉണ്ണികൃഷ്ണൻ ഇതിങ്ങനെ അകത്തിരുന്ന് ഇങ്ങനെ വെറുതെ അമ്മയുടെ കൂടെ സംസാരിച്ച പോരല്ലോ, ഉണ്ണിക്ക് തോന്നി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്ന്. മാത്രല്ല എത്ര പേരാ ഇന്ന് എന്നെ കാണാൻ വന്നിരിക്കണേ, എത്ര പേരാ വരിയിൽ നിൽക്കണേ, എത്ര പേരാ വെള്ളം കുടിക്കണേ, എത്ര പേരാ കുളത്തിൽ കുളിക്കണേ, എത്ര പേരാ ശയനപ്രദക്ഷിണം ചെയ്യണേ, എത്ര പേരാ അടിപ്രദക്ഷിണം ചെയ്യണേ, ഇങ്ങനെയൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നി. ആ സമയത്ത് ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഓട്ടം. ആ ഓടുന്ന വഴിക്കുണ്ടല്ലോ മഞ്ചാടിച്ചെമ്പിന്റെ ചുറ്റിലും ഭയങ്കര ബഹളം. എന്താ അവിടെ നോക്കുമ്പോൾ ചെറിയ കുട്ടികളെ, ഈ 6 മാസം കഴിഞ്ഞ് ചോറ് കൊടുത്ത കുട്ടികളെ അമ്മമാരിങ്ങനെ കുഞ്ഞി കൈകൊണ്ട് വാരിപ്പിക്കണ കണ്ടു. വലിയ കൗതുകം തോന്നിയിട്ടോ ഉണ്ണികൃഷ്ണന്. അപ്പൊ അതിൻ്റെ ഇടയേന്ന് പോയിട്ട് ഒരു കുട്ടിയുടെ കുഞ്ഞിക്കാലിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്താ പറയാ ഒന്ന് നുള്ളിക്കൊടുത്തു. ആ കുട്ടി അങ്ങോട്ട് നല്ലോണം നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ അമ്മ കുട്ടീനെ എടുത്ത് ഇങ്ങോട്ട് മാറിയതും ഉണ്ണികൃഷ്ണൻ പോയി മഞ്ചാടി 2 കൈ കൊണ്ടും ഇങ്ങോട്ട് വാരിട്ടോ. ആ സമയത്ത് ആരൊക്കെയാണ് ശയനപ്രദക്ഷിണം ഉരുളേന്നൊക്കെ ഇങ്ങനെ നോക്കാട്ടോ. ഓ ഈവൻ ഇന്ന് വന്നിട്ടുണ്ടോ, ശയനപ്രദക്ഷിണം ഉരുളാനുണ്ടോ, അപ്പൊ ഏട്ടനെയും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്റെ സങ്കല്പാട്ടോ. അപ്പോ ആ സമയത്തുണ്ട് അടിപ്രദക്ഷിണം ആരാ വെക്കണേ, സവിത വന്നിട്ടോ അടിപ്രദക്ഷിണം വെക്കണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് ഒരു ഭക്ത, ഒരു വയസ്സായ മുത്തശ്ശി വളരെയധികം കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഉണ്ണികൃഷ്ണനെ കാണാൻ. വരി കണ്ടപ്പോൾ അമ്മയ്ക്ക് അപ്പം തന്നെ ബോധം പോയി എന്നുള്ള അവസ്ഥയായി. അപ്പൊ ഇനി എന്താ ചെയ്യാൻ എൻ്റെ ഉണ്ണി, എങ്ങനെയാ ഞാനൊന്ന് അകത്തേക്ക് കടക്കുക, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അമ്മ. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ ഈ അമ്മ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ, ഞാനിപ്പോ ഈ അമ്മയെ കണ്ടു എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുക കൂടി വേണമല്ലോ. ഉണ്ണികൃഷ്ണൻ സംശയമൊന്നുമില്ല, ആ പട്ടും ആ കുറിയും അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് സാധാരണ കേരളീയ വേഷത്തില് ഒരു 5 വയസ്സുകാരൻ ഉണ്ണിയായിട്ട് ആ അമ്മയുടെ അടുത്ത് ചെന്നു. ആ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ആ അമ്മ ചോദിച്ചു, ഉണ്ണിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? അവരൊക്കെ വന്നിട്ടുണ്ട്, അവര് വരിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണി എന്താ ഇവിടെ? ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു ഇത്രയാ മുത്തശ്ശിയുടെ അടുത്ത്. അപ്പോൾ എന്നിട്ട് വെള്ളം കുടിച്ചോ? ഞാൻ വെള്ളം കുടിച്ചു, മുത്തശ്ശിക്ക് വെള്ളം വേണോന്ന് അറിയാൻ വന്നതാണ്. കുറച്ച് വെള്ളം കിട്ടിയാൽ തരക്കേടില്ല. എവിടുന്നാ കുട്ടി കുടിച്ചത്? ഞാൻ കൊണ്ടുവന്നു തരാം എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ആ എന്താ പറയാ പുറകിലൊക്കെ ഒന്ന് തലോടി കൊടുത്തു. ഇപ്പൊ ആശ്വാസമൊക്കെ തോന്നണില്ലേ? ഉണ്ട്, നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാലേ ഈ വരിതാ ഇപ്പം അങ്ങോട്ട് കടത്തി വിടും. അല്ല ഉണ്ണിയെ, ഞാൻ ഈ വരിയിലല്ലല്ലോ നിൽക്കേണ്ടത്, ഞാൻ പുറകിലത്തെ വരിയിലല്ലേ നിൽക്കേണ്ടത്. അത് കുഴപ്പമില്ല, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ, അവരൊന്നും പറയില്ല, അവരുടെ മുമ്പിലാ കയറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് 2 പേരുടെ മുമ്പിലേക്ക് ഈ മുത്തശ്ശീനെയും പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയി ഇത്ര. ആ മുത്തശ്ശിയുടെ അടുത്ത് ആ ദമ്പതിമാരൊന്നും പറഞ്ഞില്ല കേട്ടോ. ആ മുത്തശ്ശിയും ഈ ദമ്പതിമാരും കൂടിയിട്ട് അങ്ങനെ അകത്തേക്ക് പോയി. അകത്ത് പോയി ഉണ്ണികൃഷ്ണനെ ശരിക്കും നല്ലോണം കണ്ണ് നിറയെ കണ്ടു കേട്ടോ. ഈ കണ്ടിട്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഉള്ളോണ്ടാട്ടോ എനിക്ക് തൊഴാൻ പറ്റിയെന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ മകൻ വന്നിട്ടില്ലല്ലോ അമ്മയെന്ന്. അപ്പോഴാ അമ്മ വിചാരിക്കണേ, ആരാപ്പ എൻ്റെ അടുത്ത് വന്നത്? നിങ്ങളുടെ മകനാ പറഞ്ഞിട്ട് ഒരു 5 വയസ്സുകാരൻ ചെറിയ പയ്യൻ എവിടെ പോയി എന്ന് ഞാൻ നോക്കിയിരുന്നേ. ഞങ്ങൾക്ക് 5 വയസ്സുകാരൻ മകനല്ല ഉള്ളത്, അവന് 20 വയസ്സായി, അവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല എന്ന് ആ ദമ്പതിമാര് പറഞ്ഞു അത്രേ. ഇതൊക്കെ എൻ്റെ സങ്കല്പത്തിലെ കഥയാണ് കേട്ടോ. അപ്പൊ ഈ മഞ്ചാടിക്കുരിയൊക്കെ എടുത്തുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഓടിപ്പോയേ. ആ അമ്മയുടെ വയ്യായ കണ്ടപ്പോൾ മഞ്ചാടിയൊക്കെ അവിടെ വീണുപോയി. അതിലൊരു മണിയായിരിക്കും കണ്ടിട്ടുണ്ടാവുക അല്ലേ? ഉണ്ണികൃഷ്ണന്റെ നിറഞ്ഞ സാന്നിധ്യമാണ് ഇവിടെ ഓരോ സ്ഥലത്തും കാണുന്നത്. എവിടെ നിന്ന് മഞ്ചാടി കണ്ടാലും ഉറപ്പിച്ചോളൂ, നമ്മുടെ ഉണ്ണി അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ ശ്രീ ഗുരുവായൂരപ്പ. തൊഴിൽ പ്രസാദായ ഭൂയാൽ ശ്രീ ഗുരുവായൂരപ്പ ശരണം.